കുറേ കാലത്തിന് ശേഷം നമ്മൾ ദുബായ് ഫൗണ്ടൈൻ കാണാൻ വേണ്ടി പോകണം. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 2013 പോയിട്ടെന്ന്. അങ്ങനെ നമ്മൾ ദുബായ് മോൾ എത്തി. പിന്നെ കുട്ടികളിലവർക്കൊക്കെ മനസ്സിലാവും, നമ്മളൊരു മോളിലൊക്കെ എത്തിയാൽ ആദ്യം ഒരു ബോർഡ് തരണ്ട നടക്കാൻ. അങ്ങനെ ബോർഡും തപ്പി അവിടെ എത്തിയപ്പോൾ അമ്പു ഇങ്ങനെ നോക്കിയിട്ട് വാവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നോക്കിക്കായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് വാഷ്റൂംസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയിൽ എവിടെയും കണ്ടിട്ടില്ല. കാരണം അത്രയും രസത്തിലാണ് ഈ ഇൻറ്റീരിയറൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്നിട്ട് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന ബുർജ് ഖലീഫിന്റെ മുന്നിലെത്തി. അമ്പു പിന്നെയും വാവ് അടിച്ച് നിൽക്കുകയാണ്. കാരണം അവള് ഇത്രയും അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഒരു പാർക്ക് ബീച്ച് എന്നൊക്കെ പറയുന്നല്ലാതെ ഇതുവരെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ല, നമ്മളിതുവരെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഹേസുവിന് വലിയ ഇഷ്ടമായിട്ടില്ല. പിന്നെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവൾക്ക് ആകെ ബോറടിച്ച് കരച്ചിലും ഒക്കെ ആയി. സത്യം പറഞ്ഞാൽ എനിക്കെന്നെ മതിയായിരുന്നു കേട്ടോ. പക്ഷെ വാട്ടർ ഡാൻസ് തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ കണ്ണൊന്നും ഫോണിലല്ലായിരുന്നു. ഞാൻ നേരെ അത്രയും അത് കണ്ടങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ പിന്നെ ഹേസുവിന് ഭയങ്കര ത്രില്ലായി. പിന്നെ ഫുള്ള് ഹാപ്പി ആയിരുന്നു. शामें मलंग सी रातें सुरंग सी भागे उड़ान पे ही ना जाने क्यों इलाही मेरा जी आए आए इलाही मेरा जी आए आए नन्ना 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 അങ്ങനെ അതും കാണില്ലേ. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ വിട്ടു. ഹേസിന് ആകെ ഉറക്കമൊന്നും ഇറങ്ങാറായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ നടന്നപ്പോൾ എക്കോരം കണ്ടപ്പോൾ അവൾ ആകെ ഉഷാറായി. അവൾ ഡെയിലി ഒരു 10 വട്ടെങ്കിലും കാണുന്ന ബേബി അതുകൊണ്ട് നേരിട്ട് കണ്ടപ്പോൾ അവളുടെ സന്തോഷം കാണുന്നിരുന്നു. പിന്നെ അതന്നെ അതിൽ നോക്കി ഇതിങ്ങനെ പാട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്പു അപ്പുറത്തൊരു സാധനം കണ്ടത്, യോഗേർട്ട് ലാൻഡ്. അത് കണ്ടപ്പോൾ അവൾക്കൊരു ആഗ്രഹം വേണം. പിന്നെ നമ്മൾ പോയിട്ട് അത് വാങ്ങി അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി, ഞങ്ങളങ്ങനെ ദുബായിൽ നിന്ന് വിട്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വെച്ച് പിടിച്ചത്, നമ്മൾ ദുബായിൽ വരുമ്പോൾ സ്ഥിരം കയറാറുള്ള റെസ്റ്റോറൻ്റ് ആണ്. നല്ല അടിപൊളി പാകിസ്ഥാനി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ അന്ന് അവിടെ ഒട്ടുക്കത്തെ തിരക്കായതുകൊണ്ട് നമുക്ക് ഒരു രക്ഷയില്ലായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അടുത്തൊരു ഹോട്ടലിൽ വെച്ച് പിടിച്ചു. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഭയങ്കര ക്ഷീണിച്ചിരുന്നു. നമ്മൾ ആദ്യം കസിൻ്റെ വീട്ടിൽ പോയി, പിന്നെ അവിടുന്ന് ദുബായ് മോളിൽ പോയി, പിന്നെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഫുള്ള് കുട്ടികളുടെ കളിയും കാര്യങ്ങളൊക്കെ നല്ല ക്ഷീണിച്ചിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയാണ്. നമ്മൾ സ്ഥിരം ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചാൽ നമുക്ക് അവിടുത്തെ ടേസ്റ്റ് അത്രയും അറിയാം, നല്ല അറിയണമുണ്ട്. ചെറിയൊരു വ്യത്യാസം തോന്നുമെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഫുഡ് തന്നെയാണ്. ചിക്കൻ കടായി, സബ്ജി, ദാല്, ഇത് 3 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങനെ അലൈൻക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ചെയ്യണേ. അതുപോലെ പുതിയ ചാനലായതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.